വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. ഇന്നലെ കൂടെ നമ്മുടെ നെറ്റ് എക്കണോമിക്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമെട്രിക്സും ഒക്കെ എങ്ങനെയാ പഠിക്കാൻ മിസ്സേന്ന്. നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ? ഏതൊരു BA MA എക്കണോമിക്സ് ആയിട്ട് എടുത്ത സ്റ്റുഡൻറ്റും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പോൾ BSc MSc എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെയും അവർക്കൊരു മാത്സ് ബേസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് എന്നുള്ളത് നെറ്റ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു എക്കണോമിക്സ് സ്റ്റുഡൻറ്റ് എത്രത്തോളം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോരാ. നമ്മുടെ നെറ്റ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന ആ ഒരു അളവ് പോരാ ഒട്ടും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ നെറ്റ് എക്കണോമിക്സിന് ചോദിക്കുന്ന ഭാഗങ്ങൾ വളരെ ചെറുതാണ്. ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിസംബർ 2024 എന്നുള്ള ഒരൊറ്റ എക്സാം ആണ് ഇതുവരെ ഒരു എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു എക്സാം എങ്ങനെയായിരുന്നു? നിങ്ങൾ അറ്റൻഡ് ചെയ്തവരായിരിക്കില്ലേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ആ ഒരു എക്സാം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സും എക്കണോമെട്രിക്സും ഓറിയന്റഡ് ആയിട്ട് വല്ലാതെ അങ്ങ് മാത്സുകാരുടെ പേപ്പർ, ഇപ്പം CSIR മാത്സിന്റെ പേപ്പർ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പലപ്പോഴും ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനും ഓരോ സ്വഭാവം ഉണ്ടാവുമല്ലോ. ബട്ട് എനിവേസ്, പക്ഷെ നമുക്ക് ഒരു ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 2024 എന്നുള്ള അതേ പേപ്പറിന് വന്ന കട്ട് ഓഫ് തന്നെയായിരുന്നു ഹിസ്റ്ററിയിൽ തന്നെ ലോവസ്റ്റ് പോസിബിൾ കട്ട് ഓഫ്. ഇതുവരെ നെറ്റ് എക്കണോമിക്സിന്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു കട്ട് ഓഫ് വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ നെറ്റിന്റെ കട്ട് ഓഫ് 154 ഒക്കെ ആയിരുന്നു. അതായത് 50% മാത്രം. 300-ൽ 154 എന്ന് പറയുമ്പോൾ 50%, 51% അല്ലെങ്കിൽ 52 ആ ഒരു കാറ്റഗറിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കുറഞ്ഞ മാർക്ക് കൊണ്ട് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഒരു എക്സാമിൽ. പക്ഷെ ഈസി ആണെന്നല്ല, ആ ഒരു മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് 1% അല്ലെങ്കിൽ ടോപ്പ് 6%ലേക്ക് എത്താൻ പറ്റുള്ളൂ. ബട്ട് എന്നിരുന്നാൽ പോലും അത്രയും വലിയ മാത്തമാറ്റിക്കൽ ജീനിയസ് ഒന്നും ആവണ്ട നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ. ഇപ്പൊ ഡിസംബർ 2024 തന്നെ ഒരു ബേസിക് മാത്തമാറ്റിക്കൽ ഐഡിയ, നിങ്ങളുടെ ആ ഒരു മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസംബർ 2024 എന്നുള്ള എക്സാമിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ 2 എക്സാമിനേഷൻസ് അത് കഴിഞ്ഞിട്ട് നടന്നു അല്ലെ? ജൂൺ 18 നടന്നു, ഓഗസ്റ്റ് 28 നടന്നു. ഈ 2 എക്സാമിനേഷൻസും യൂഷ്വലി ഉള്ള ഫോർമാറ്റ് തന്നെയായിരുന്നു. അല്ലാതെ മാത്തമാറ്റിക്സ് അങ്ങനെ വല്ലാതെ ഓറിയന്റഡ് ആയിട്ട് ഡിസംബറിൽ നടന്ന എക്സാമിന്റെ പാറ്റേൺ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഡിസംബറിൽ എക്സാമിൽ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേ ബേസിക് മാത്രം മതി നിങ്ങൾക്ക് അതും ക്ലിയർ ആവാൻ. കാരണം എന്താണ്? അതിന്റെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു കേട്ടോ. സോ അവിടെയും ഇത് അപ്ലിക്കബിൾ ഒക്കെയാണ്. സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ബേസിക്സ് ക്ലിയർ ആയാൽ മാത്രം മതി. ഓക്കെ, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് മൊത്തത്തിൽ ഇവർ എന്താണ് പറയുന്നത് എന്നുള്ള ആ ഒരു ക്രക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു ക്രക്സ് പിടികിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചുരുങ്ങിയ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആയാൽ മാത്രം മതി. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതേപോലെ നമുക്ക് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PYQs തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ടോം ഈസ് ചേസിങ് ഹൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജെറി ആണെന്ന് നമുക്ക് ആൻസറിൽ അറിയാം. ഇതേ ചോദ്യം അടുത്ത വർഷം ചോദിക്കും, ജെറി ഈസ് ബീങ് ചേസ്ഡ് ബൈ ഹൂം. അപ്പൊ നമുക്കറിയാം ടോം എന്നാണെന്ന്. അപ്പൊ ഈ ഒരു കാര്യം, ടോം ജെറിയെ ചേസ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ ഫാക്ട് മാത്രം നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തലങ്ങും വിലകും വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടും ഒക്കെ ഇതേ കാര്യം തന്നെയാണ് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മുടെ എക്കണോമെട്രിക്സിലുള്ള മൾട്ടികോളിനിയാരിറ്റി, ഓട്ടോ കോറിലേഷൻ ആൻഡ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി. ഈ 3 ടോപ്പിക് ഉണ്ടല്ലോ, 3ഉം ഒറ്റ ടോപ്പിക്കാണ്. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, ഈ ഒരു കാര്യം തന്നെയാണ് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് 3നെയും ഞാൻ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ഇത് 3ഉം അസുഖങ്ങളാണ്. ഈ അസുഖത്തിന്റെ ലക്ഷണം എന്താണ്, ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും,
ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ചില ടെസ്റ്റുകൾ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതായിരിക്കും, ചില ടെസ്റ്റുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ, ഇങ്ങനെ ഒരു അസുഖം നമ്മുടെ മോഡലിന് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ടോപ്പിക്കിലും ആകെ ഇത് മാത്രമേ ചോദിക്കുള്ളൂ. സിംറ്റംസ് എന്താണ്, ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നതും. മാത്രമല്ല ഈ ടോപ്പിക്ക് ചോദിക്കും എന്നുള്ളത് ഫോർ ഷുവർ ആണ്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നല്ല രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതാണ് ചോദിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പാസ്റ്റ് 10 ഇയേഴ്സത്തെ, അപ്പോൾ 10 വർഷം തന്നെ വേണമെന്നില്ല, 2018 NTA വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 2018 മുതൽ NTA നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും അടുത്ത എക്സാമിന്. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ കിടപ്പ് വശം. നമ്മുടെ NTA-ക്കും അറിയാം നിങ്ങൾക്ക് എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബുദ്ധിമുട്ടാണെന്ന്. നിങ്ങളുടെ മേജറും എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നിങ്ങളുടെ മേജർ എക്കണോമിക്സ് ആണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബേസിക് ഫണ്ടമെന്റൽ മാത്സും ആ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ എക്കണോമിക്സിൽ എവിടെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പക്ഷെ ആ ധാരണ എന്തായിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു കാര്യം മാത്രമായിരിക്കും NTA ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ടോപ്പിക്കും പഠിക്കുമ്പോൾ വാട്ട്, എന്താണ് ആ ടോപ്പിക്, എന്താണ് എന്നുള്ളതിന്റെ ഒരു ക്രക്സ്, ഒരു ചുരുങ്ങിയ ഡെഫിനിഷൻ, ചെറിയ വേർഡ്സിലുള്ള ഡെഫിനിഷൻ. വെൻ ടു യൂസ്, എവിടെയാണ് ഈ ഒരു ടോപ്പിക്ക് യൂസ്ഫുൾ ആവുക, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, ചുറ്റുമുള്ള കാര്യങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഹൗ ടു യൂസ്, എങ്ങനെയാണ്, ഇപ്പോൾ കൂടുതലും നമുക്ക് ടെസ്റ്റുകളൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വാട്ട് ഡസ് ദ റിസൾട്ട് സേ, ഇപ്പൊ ടെസ്റ്റിന്റെ റിസൾട്ടായിട്ട് നമുക്ക് നമ്പേഴ്സാണ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ ഡർബിൻ വാട്സൺ ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിലിപ്പോൾ നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് അർത്ഥമുണ്ട് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ഓരോരോ വാല്യൂവിന്റെ അർത്ഥങ്ങൾ എന്താണ്, ഓരോ ടെസ്റ്റിനും ഓരോ വാല്യൂസ് ആണ്, ഒരു നമ്പേഴ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അതിന്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഒരിക്കലും നമ്മൾ PG-യിൽ ഒന്നും ചെയ്ത പോലെ ആ ടെസ്റ്റിന്റെ ഒക്കെ ഈക്വേഷൻസ് അപ്ലൈ ചെയ്ത് അതിലൊക്കെ ഡാറ്റ ഇട്ട് ആ ഡാറ്റ സോൾവ് ചെയ്ത് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒന്നെങ്കിൽ ആൻസർ തരും, അല്ലെങ്കിൽ ചോദിക്കുന്നത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എന്തിനു വേണ്ടി യൂസ് ചെയ്യണം, ഇതെന്താണ്, ഈ കാര്യങ്ങൾ, ഈ ഒരു വാട്ട്, വെൻ ടു യൂസ്, ഹൗ ടു യൂസ്, വാട്ട് ഡസ് ദ റിസൾട്ട് സേ, ഈ ഒറ്റ കാര്യത്തിൽ തന്നെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ഫുള്ള് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൽ കൂടുതലൊന്നും വലിച്ചു വാരി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ PG-യിലൊന്നും നമുക്ക് പഠിക്കേണ്ട ആ ഒരു ലെവലിലൊന്നും നമ്മുടെ നെറ്റ് എക്കണോമിക്സിൽ ചോദിക്കുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് വളരെയധികം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്സുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ ഇക്വേഷൻസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ട് തരുന്നുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഓൾറെഡി ഇക്വേഷൻ ഫുൾ ആയിട്ട് എഴുതി തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഏത് ഇക്വേഷൻ ആണ് ഇതിൽ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് കണ്ട് വിഷ്വലി ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു ഇക്വേഷൻ പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പക്ഷെ ഇപ്പൊ പേപ്പർ ഒന്നും തികയാത്ത ഒരു അവസ്ഥയാണ്. അത്രയും വൈഡ് ആയിട്ടാണ് നമ്മുടെ ടോപ്പിക്സ് കിടക്കുന്നത്. ഓരോ ടോപ്പിക്കിലും ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനും ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇക്വേഷൻ പേപ്പറോ ബുക്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രെയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി പവറിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഓർമ്മ നിൽക്കില്ല എന്ന്, പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ ജസ്റ്റ് ഐഡന്റിഫൈ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുന്ന അവിടെ ഉള്ള ഇക്വേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
അതിന് നിങ്ങൾ ഇക്വേഷൻ പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒപ്പം അതിന് എന്ത് ചെയ്യണം, റിവൈസ്. നിങ്ങളൊരു 3-4 തവണയെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങളത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലാതെ കാണാപ്പാഠം പഠിച്ച് ഈ അച്ചടിച്ച് വെക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് എൻഗ്രേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ന്യൂസ് പേപ്പർ നമ്മൾ എങ്ങനെ വായിക്കുക, ആ ഒരു മോഡലിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇക്വേഷൻ ബുക്ക്ലെറ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വായിക്കുക. അല്ലെങ്കിൽ എല്ലാ വീക്കും നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കുക വേണ്ട, നിങ്ങളുടെ ലൈഫ് ലോങ് മെമ്മറിയിൽ ഇത് എൻഗ്രേവ്ഡ് ആയിരിക്കും കേട്ടോ. വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പം ഇതേപോലെ ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്ത പോലെ ഒരുപാട് സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് നിങ്ങൾക്ക് നെറ്റ് എക്കണോമിക്സിൻ്റെ ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം വെച്ചാൽ ഇനി ആകെ 45 ഡേയ്സേ ഉള്ളൂ അല്ലേ. ഈ 45 ഡേയ്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഫുൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട്. അത് ഫുൾ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള 45 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ വീക്ക്ലി 2 ലൈവ്ലി ക്ലാസ്സസും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടുതൽ വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും, ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും, ക്വിസുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കണ്ടന്റ് നിറഞ്ഞ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടെ നിങ്ങൾക്ക് ഡിസംബർ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ബാച്ചാണ് നമ്മുടെ 45 ഡേയ്സ് റാപ്പിഡ് റിവിഷൻ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 9778826292. ഇനി നമ്മൾക്ക് നിങ്ങൾക്ക് എങ്ങാനും ഇനി ഒരു ഡിസംബർ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു 6 months പ്രിപ്പയർ ചെയ്തിട്ട് ജൂൺ 2025 എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ മിസ്സേ, ഇങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അതിനും ഒരു സുവർണാവസരമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജൂൺ 2025 ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 months ഡിസംബർ 2024 എക്സാമിനുള്ള 2 months പ്രിപ്പറേഷനും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, 2 അറ്റംപ്റ്റിന് എക്സാം എഴുതുക. വളരെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. ഇതിലേക്കും ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ സെയിം തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, 9778826292. പിന്നെ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് മാത്രമല്ല, ഇംഗ്ലീഷ്, കോമേഴ്സ്, മാനേജ്മെന്റ്, അതേപോലെ CSIR ഫിസിക്സും ഉണ്ട്. നെറ്റിന്റെ ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഡിസംബർ അല്ലെങ്കിൽ ജൂണിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.